ഫ്രണ്ട്സ്, ഇന്ന് രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ സുഹൃത്ത് ഇസ്മായിലിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇവിടെ രസകരമായിട്ടുള്ളൊരു അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ തീർത്തും സോളാർ വൈദ്യുതിയിലാണ് ഇവിടെ അക്വാപോണിക്സ് പ്രവർത്തിക്കുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോട്ടറാണെങ്കിലും എയറോട്ടർ ആണെങ്കിലും ഒക്കെ എന്താ പറയുക, നമ്മൾ സോളാർ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് കൂടാതെ ഏകദേശം 20-30 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ചെറിയൊരു മീനിൻ്റെ ബോക്സിൽ ബയോഫ്ലോക്കിൻ്റെ പരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റർ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ നെറ്റർ ഇവിടെ താർപോളിനൊക്കെ കീറിയിട്ട് എന്താ പറയുക ആകെ നാശമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇസ്മായിൽ ഭായ്, എത്രയായി ഇപ്പോൾ ഇവിടെ മത്സ്യകൃഷി തുടങ്ങിയിട്ട്? സുമാർ ഒരു 10 മാസം. 10 മാസമായി അല്ലേ? ഇപ്പോൾ ഈ സെറ്റപ്പൊക്കെ മുമ്പ് എന്തിനുണ്ടാക്കിയതായിരുന്നു? കാട ഫാം തുടങ്ങാനും വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കാടമുട്ട വന്നപ്പോൾ അതിൻ്റെ ഒരു സെയിലിങ്ങിന് വന്ന പ്രശ്നം കാരണം നിർത്തിവെച്ചാണ്. മുമ്പ് എനിക്ക് അപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ കാടയിൽ നിന്ന് അത്ര വലിയൊരു അല്ല, ഇപ്പോൾ എഗ്ഗ് സെയിലിന് കുറച്ചൊരു ഇത് വന്നപ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് മാനുഫാക്ചറിൻ്റെ മുട്ട വന്നു. അപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് കുറഞ്ഞു. ഓക്കെ. അപ്പോൾ തൽക്കാലം ഒന്ന് നിർത്തിവെച്ചിട്ട് ഞാനൊരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ മത്സ്യകൃഷി ഇപ്പോൾ തുടങ്ങി 10 മാസമായി എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ എന്താ ഇവിടെ നെറ്റർ എന്തോ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇതിൽ ഞാൻ ഫസ്റ്റ് താൽക്കാലികമായിട്ട് തുടങ്ങി എന്നൊരു 90 GSM-ൻ്റെ ഒരു പായയാണ് ഇതിലിട്ടത്. അത് 2 മടക്കായിട്ട് ഇട്ട്, സെൻറ്റർ മടക്കിയിട്ട് 2 ലെയറാക്കിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വെള്ള ലീക്കായിട്ട് നോക്കുന്ന സമയത്ത് നെറ്റർ പായ് ഓട്ടാക്കിയപ്പോൾ ഒരു പായും കൂടി ഇട്ടു. അതും 90 GSM. കാരണം ഇനിയിപ്പോൾ ഇത് പിടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറക്കിയിട്ട് വലിയ രൂപത്തിൽ ചെയ്യാം. അപ്പോൾ അന്ന് നല്ല പായ് മേടിച്ചിട്ട് ചെയ്യാന്നുള്ളതിൽ ഒന്നും കൂടി വാങ്ങിയിട്ട് അത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ആദ്യം വാങ്ങിയ പായ? അല്ല, ഇതിൻ്റെ അടിയിലുണ്ട്. ഇതാണ് ആദ്യം വാങ്ങിയത് 90 GSM-ൻ്റെ. ഇത് 2 മടക്കിലാണ്. 2 മടക്കിൽ അന്ന് ഇട്ടിട്ട് വെള്ളം നിർത്തിയപ്പോഴാണ് ഈ വെള്ളം ലീക്ക് വന്നത്. എന്നിട്ട് വിഷയം ഉണ്ടായത്. പിന്നെ അതിനുശേഷം വാങ്ങിയ പായ ഇതും 90 GSM. 90 തന്നെയാണ്. ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 200 GSM-ൻ്റെ പായ് വാങ്ങി ഇട്ട് അതിൻ്റെ മുകളിൽ ഓട്ടയാക്കിയ 90 GSM-ൻ്റെ പായ് അതിൻ്റെ മുകളിലിട്ട് അതിൻ്റെ സേഫ്റ്റിക്ക്. കാരണം ഇതും അവർ കീറും. അപ്പോൾ ഈ 200 GSM-ൻ്റെ പായ സെൻറ്ററിൽ ഇട്ട് കൊടുത്തു. ഇത് മുകളിലിട്ട് അടിയിൽ പായ് അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതിൽ ഏകദേശം എത്ര മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിരുന്ന ഓർമ്മ? ഇതിൽ 500-ന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ഇട്ടത്. ഓക്കെ ഓക്കെ. ഇതിൽ കുറച്ച് അസുഖം വന്നു. ജെറഗിഷിയലിന്റെ ഫംഗസിന്റെ അസുഖം വന്നിട്ട് കുറച്ച് ചത്തുപോയി. അത് ഒരുപാട് ചത്തുപോയിരുന്നു, കുറച്ചൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മുകളിലൊക്കെ കാണുന്നുണ്ട് അക്വാപോണിക്സിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ നമ്മുടെ വള്ളികൾ. ഇത് കുമ്പളങ്ങന്റെ വള്ളിയായിരുന്നോ? ഓക്കെ. ഇവിടെ നമ്മളെ മറ്റേ NFT പോലുള്ള സംഭവം തോന്നുന്നുണ്ട്, അതും കാണുന്നുണ്ട്. ഇപ്പം എങ്ങനെ അക്വാപോണിക്സ് വിജയകരമാണോ അല്ലേ? എന്താണ് ഇപ്പോൾ ഒരു അഭിപ്രായം? വിജയകരമൊക്കെ തന്നെയാണ്. അക്വാപോണിക്സ് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ മീൻ എങ്ങനെ ഇതിന്ന് ഇപ്പോൾ പിടിച്ച് വിൽക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഒരു പ്രാവശ്യം പിടിച്ച് വിറ്റ്. പക്ഷെ അതിൽ വലുതാവാത്ത കുറച്ചുണ്ടായിരുന്നു. കാരണം ഇതിൽ എനിക്കൊരു പ്രശ്നം പറ്റി. ഇതിൽ അമോണിയ നീക്കം ചെയ്യാനുള്ള ഇതൊന്നും വിജയിച്ചില്ല. ഇതെന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് ഏരിയ നമ്മളെ ഗ്രോ ബെഡിന്റെ ഏരിയ പോരാ. ഞാൻ ഒരു ചെറിയ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ 2 പൈപ്പിന്റെ ഇതായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിൽ അമോണിയ നീക്കം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതിലെ വെള്ളം ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെച്ചിട്ട് മാറ്റി കൊടുത്തു. അമോണിയ കൂടിയ കാരണം ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളം. ഓക്കെ. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മീനിന് വളർച്ച കുറയും, പൊതുവെ വളർച്ച. അപ്പോൾ പിന്നെ ഇതൊക്കെ pH ഒക്കെ ലെവലായി വരുന്നുണ്ടെങ്കിൽ സമയത്ത് ആ pH ലെവലാകുമ്പോൾ വീണ്ടും വെള്ളം മാറ്റാം. ഇപ്പോൾ ഏകദേശം 10-30 കിലോ മീനിനെ വിറ്റെന്ന് പറഞ്ഞല്ലോ. 30 കിലോനോളം ഇതിന് പിടിച്ച് വിറ്റ്. അത് ഇവിടെയുള്ള അയൽവാസികളും നാട്ടുകാരൊക്കെ ആയിട്ട് തന്നെ കൊണ്ടുപോയത്. ബാക്കി ഇനിയൊരു 10-100 മുകളിൽ ഇതിലുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇതിന്ന് ഇപ്പോൾ പിടിച്ച മീനിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസ് തിലോപ്പിയൊക്കെ ഒരു 400 ഗ്രാം, 300, 350, 400 ഗ്രാം എന്നിട്ടും എത്തിയിരുന്നു. നെറ്റർ ഒരു ചിലതൊക്കെ ഒരു 500 അര കിലോന് വരെ എത്തിയ നെറ്ററുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു 200, 250 അതിൻ്റെ മുകളിലായിട്ട്. അപ്പം അതിലും താഴെ ഉള്ളത് ഇപ്പോൾ ഇതിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ. പിടിക്കാതെ. അപ്പോൾ
ഇതിപ്പോൾ കുറച്ച് പരീക്ഷണത്തിലാണ് ഓടുന്നത്. ഞാൻ ബയോബെഡ് അല്ല ഇപ്പോൾ ബയോ ഫിൽറ്റർ കറക്റ്റ് സെറ്റ് ചെയ്ത് ഇപ്പോൾ കുഴപ്പമില്ല അമോണിയ. പക്ഷേ ഇതിപ്പോൾ 2 മാസത്തിൻ്റെ അടുത്തായി ഈ വെള്ളം മാറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പോൾ അമോണിയ 0 ആണ്, കൂടുന്നില്ല. പിന്നെ ബയോബെഡ് പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്ക് തീർന്നിട്ടില്ല. അതിന് പച്ചക്കറിയൊക്കെ ഇവിടെ വിത്തിട്ടിട്ട് മുളപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് ആ കാഴ്ചകൾ നോക്കാം. നമ്മൾ ഫിൽറ്റർ യൂണിറ്റിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഫിൽറ്റർ യൂണിറ്റിലൊന്നുമില്ല. പൊതുവെ ഈ വെള്ളം ഫസ്റ്റ് ചെല്ലുന്നതിൽ ഓൺലി ബയോബോൾ ഒരു 100 ബയോബോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇതിൽ ഇതുണ്ട്, മറ്റേ ബയോസ്പോഞ്ച്. അത് ബയോസ്പോഞ്ച് അല്ല, അതിൽ തന്നെ ഇത് ചെയ്ത് വരുന്നുണ്ട് അമോണിയ. അതിൽ ഹെയറേഷനും കൊടുത്തിട്ടുണ്ട് ഈ ബയോബോൾ ഇട്ട്. അപ്പോൾ ഈ ബയോസ്പോഞ്ചിനെക്കാട്ടിയും കൂടുതൽ അതിൽ തന്നെയാണ് ബയോബോൾ ഇട്ട ഫസ്റ്റ് ടാങ്കിൽ തന്നെയാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയപ്പോൾ ആ ചാടുന്ന വെള്ളം ഇതിൽ ഓവർഫ്ലോ ആണ്. പക്ഷെ ആ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്താലും ഇതിൽ അമോണിയ ഇല്ല. ഫ്രണ്ട്സ്, ഇവിടെ വിത്ത് മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രോ ബെഡൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിരുന്നത് ഈ സ്പേസിലായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രോ ബെഡിൽ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു 4 ഗ്രോ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഫൺ എന്താണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്? ബെൻഡ് സൈഫണാണ് ഇത്. മറ്റേ പൈപ്പാകുന്ന സമയത്ത് നമ്മളുള്ളിൽ സ്പേസ് കുറയും. ഇതാകുമ്പോൾ സ്പേസ് കുറയില്ല. പിന്നെ ഇത് പുറത്തേക്കൊന്നും കാണില്ല. ഇത് മെറ്റൽ മൂടി കിടക്കും. ഓക്കെ, ഇതൊന്നും പുറത്തേക്ക് കാണും. ഫ്രണ്ട്സ്, ഇവിടെ ബെൻഡ് സൈഫണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ സെറ്റ് ചെയ്യണതിൻ്റെ ഗുണം ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം വരെയൊക്കെ മെറ്റലിടാന്നുള്ളതാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് കാണിച്ചില്ലേ, അതിലൊക്കെ കണ്ടില്ല, അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായാലും നമുക്ക് അടുത്ത തവണ, അതായത് ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇവിടുന്ന് നമുക്ക് ഒരുക്കണം. അന്ന് നമുക്ക് ഗ്രോ ബെഡിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ പറഞ്ഞു തരേണ്ട, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് സോളാറിൻ്റെ കാര്യമാണ്. സോളാർ പാനൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സോളാറിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ സോളാർ പാനൽ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. 3 പാനലാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. കണ്ടില്ല, അതിൻ്റെ വാട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ സൈസും ഒക്കെയാണ് കാണുന്നത്. ഇനി അത് സെറ്റ് ചെയ്തുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ സോളാർ പാനൽ 3 സെറ്റ് ചെയ്തുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീടിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് കുറച്ച് വെയിൽ കിട്ടുന്നത് പറഞ്ഞ്. ഇനി ഇതിൻ്റെ ബാക്കപ്പ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തത് വീടിനകത്താണ്. നമുക്ക് ഞാൻ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, ഇവിടെയാണ് ബാറ്ററി, അതുപോലെ തന്നെ ഇൻവെർട്ടർ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഇവിടുത്തെ പ്രവർത്തനം, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? പ്രവർത്തനം വെച്ചാൽ സോളാറിൻ്റെ ഡയറക്റ്റ് ചാർജ് വരുന്നത് യൂണിറ്റിലാണ് കയറുന്നത്. യൂണിറ്റിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ 13 വോൾട്ട് ഇത് ബാറ്ററി വോൾട്ടാണ്. 13 വോൾട്ട് ബാറ്ററി. പിന്നെ അത് 13.2 ആംപിയർ പാനലിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ കണക്കാണത്. ഇത് യൂണിറ്റാണ്, എത്ര യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നുണ്ട് എന്നുള്ള പാനലിൽ നിന്ന് വരുന്ന ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൽ റിലേ എന്ന് പറഞ്ഞ ഒരിതുണ്ട്, ചാർജിങ് ലൈറ്റ് ഉണ്ട് സോളാർ. ഇതിൽ പകൽ മാത്രമേ നമുക്ക് ഈ ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. രാത്രി വെയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫുൾ ഓഫ് ആവും. ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓണിലിട്ടാൽ ഇതിൻ്റെ റിലേ 14.5 ബാറ്ററി ചാർജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിലേ ഓണാവും. റിലേ ഓണായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള കറണ്ട് ഡയറക്റ്റ്ലി കറണ്ട് വന്നിട്ട് ഇതിൽ കയറിയിട്ടാണ് ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ റിലേ ഓണായി കഴിഞ്ഞാൽ ഇൻവെർട്ടറിലേക്കുള്ള കറണ്ടിനാണ്ട് ഓഫാക്കും. ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ആൻഡ് പാനൽ ഇതിൽ നിന്നുള്ള ചാർജാണ് പിന്നെ എടുത്ത് പോവുക. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സോളാറിൽ നിന്നുള്ള വൈദ്യുതി നമുക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം കിട്ടും? ഇപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന മോട്ടറിൻ്റെ ഇതിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂറിൻ്റെ മുകളിൽ ഒരു 13-14 മണിക്കൂർ. ഈ ബാറ്ററി കുറച്ച് കംപ്ലൈൻ്റ് ആണ്, ബാക്കപ്പ് കുറച്ച് കുറവുണ്ട് ബാറ്ററിക്ക്. കാരണം ഇതിപ്പോൾ 14.5 ചാർജ് മാക്സിമം എത്തുന്നുള്ളൂ ഈ ബാറ്ററിയിൽ. ശരിക്ക് കമ്പനി നല്ല പുതിയ ബാറ്ററി, നല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 15.5 മുകളിലൊക്കെ ചാർജ് കയറി പോകും. ഇതിപ്പോൾ ഞാനിത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് ഈ ബാറ്ററി. ഞാൻ എടുത്തിട്ട് ഇത് 1 കൊല്ലത്തിന്റെ മുകളിലായി. പക്ഷെ ഇത് അന്നൊക്കെ നല്ല ബാക്കപ്പ് ആയിരുന്നു. ഇപ്പോൾ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഞങ്ങൾക്ക് 3 മണിക്കൂർ മാത്രമേ കറണ്ടിൽ നിന്ന് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 6 മണിക്കൂർ അല്ല, ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കറണ്ടായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിന്റെ ബാക്കപ്പ് കുറഞ്ഞു പോയി. ബാറ്ററി നല്ല ബാക്കപ്പ് ഉള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ മാത്രമേ നമുക്ക് കറണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുള്ളൂ. കാരണം ഇതിന്റെ രാവിലെ വരുന്ന ചാർജിങ് മാത്രം കറണ്ട് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. ബാക്കിയുള്ള സമയം പാനൽ ആൻഡ് ബാറ്ററി ആയിട്ട്
എടുത്തു പോകും. അപ്പോൾ 13 മണിക്കൂർ ഇപ്പോൾ സോളാർ എന്നുള്ളത് അത് കൂടാതെ പിന്നെ ബാക്കിയുള്ളത് പവർ ആയി, ബാക്കിയുള്ളത് ഡയറക്റ്റ് കറണ്ട് വർക്ക് ചെയ്യും. പിന്നെ കറണ്ടിനുള്ള ചാർജിങ് ഒക്കെ ഇൻവെർട്ടറിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. നമ്മള് സോളാറിന് മാത്രമേ ബാറ്ററി ചാർജ് ആവുള്ളൂ. 30% ചാർജ് വരെ സോളാറിന് വർക്ക് ചെയ്യും. ഈ ബാറ്ററിക്ക് ചാർജ് സോളാറിന്റെ വൈദ്യുതി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി ആവും വർക്കിങ്. ബാറ്ററി വർക്ക് ചെയ്തിട്ട് ഒരു 30% ചാർജ് ബാറ്ററിയിൽ നിർത്തും. 70% ചാർജ് എടുത്ത് വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് 30% ആയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് കറണ്ടിലോട്ട് മാറും. പിന്നെ ഇത് രാവിലെ ഒരു 11 മണി 12 മണിയാകുമ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയി നേരെ ബാറ്ററിയിലോട്ട് തന്നെ മാറും. അല്ലെങ്കിൽ ബാറ്ററിയിലോട്ട് മാറും കറണ്ട് ഓഫ് ആയിട്ട്. അങ്ങനെ ഈ യൂണിറ്റിന്റെ പ്രവർത്തനം അതാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഹേലിയയുടെ എയറേറ്ററും അതുപോലെ തന്നെ സെബോയുടെ സബ്മേഴ്സിബിൾ പമ്പുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന വാട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പിന് വരുന്ന വാട്ട്സ് എന്ന് വെച്ചാൽ 60 വാട്ട്സും അതുപോലെ തന്നെ 22 വാട്ട്സുമാണ് നമ്മൾ എയറേറ്ററിന് വേണ്ടിയിട്ടുള്ളത്. ഈ സംഭവമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നുള്ളൂ. ഇപ്പോൾ ടോട്ടൽ വരുന്നത് ഇവിടെ 82 വാട്ട്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, യൂട്യൂബിൽ ബയോഫ്ലോക്കിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇസ്മായിൽ ഭായ് ഇവിടെ ചെറിയ രീതിയിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമുക്കിതേക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഈ ബയോഫ്ലോക്കിൻ്റെ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനുള്ള കാരണം? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. കാരണം നമ്മളൊരു പുതിയ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അതിൽ പരാജയപ്പെട്ട മാതിരി ഇതിലും പരാജയപ്പെടരുത്. അത് വിജയിക്കണം. അതിനും വേണ്ടിയിട്ട് നമ്മൾ ബയോഫ്ലോക്ക് നമുക്ക് എത്രത്തോളം നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം. അതിനുള്ളൊരു പരീക്ഷണം മാത്രമാണത്. മീനിന് എത്ര ഗ്രോത്ത് വരും, പിന്നെ തീറ്റ എത്ര വരും എന്നുള്ള ഒരു ഇതേ കൊണ്ട് തന്നെ ബ്രൂഡായ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ 30 കിലോന് മത്സ്യം വരുന്ന ബോക്സ് ആണിത്. ഓക്കെ, ഇതിലിപ്പോൾ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട് കാരണം ഇത് അതിൽ ഈ അക്വാപോണിക്സിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നിങ്ങൾ ഈ ഒരു ബയോഫ്ലോക്ക് ഉണ്ടാക്കാൻ എന്താ ചെയ്തത്? എന്താണ് ഈ സെറ്റപ്പ്? ഒക്കെ ഇതിലാണ് ഞാൻ ബയോഫ്ലോക്ക് ഫസ്റ്റ് ഇതിന്റെ ഇതുണ്ടാക്കിയത്. ഫ്ലോക്ക് ഉണ്ടാക്കി. എങ്ങനെയാണ് ഫ്ലോക്ക് ഉണ്ടാക്കിയത്? ഇതില് കുറച്ച് തീറ്റ എടുത്തിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇതിന് നിക്ഷേപിച്ച് പിന്നെ ഒരു 250 ശർക്കര 250 ഗ്രാം ശർക്കര. അതായത് മീൻ തീറ്റ വെള്ളത്തിലിട്ട് 250 ഗ്രാം ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് എയറേഷൻ കൊടുത്തു. എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഫ്ലോക്ക്? ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് പതഞ്ഞ് പൊന്താൻ തുടങ്ങി. പതഞ്ഞ് പൊന്തി പിന്നെ ഇങ്ങനെ പതങ്ങനെ കുറഞ്ഞ് വന്നിട്ട് പിന്നെ വെള്ളം ഒന്ന് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും തെളി വരുന്നുണ്ടോ. അങ്ങനെ തെളി വരാനും വേണ്ടിയിട്ട് പിന്നെ പത നിന്നതിന് ശേഷം തെളി വരാനും വേണ്ടിയിട്ട് പിന്നെ കഞ്ഞിൻ്റെ വെള്ളം കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഇന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം വെള്ളം നല്ല തെളിഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ അതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇതിൽ നിന്ന് അതിലേക്ക് കുറച്ച് ഫ്ലോക്ക് എടുത്ത് വെച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഫ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഫ്ലോക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇതിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിലിപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളിട്ട് ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എത്രയായപ്പോൾ ഇതിൽ മീൻ കുട്ടികളിട്ടിട്ട്? ഒരു മാസമായി മീൻ കുട്ടികളിട്ടിട്ട്. ഒരു മാസമായി മീൻ കുട്ടികളിട്ടല്ലേ? കുഴപ്പമില്ലല്ലോ, സൈസ് ഉണ്ടല്ലോ. ഇതിൽ അതിന് ബ്രീഡായ കുഞ്ഞുങ്ങളാണത്. ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലേ? ഇതിപ്പോ ഇത് തിലോപ്പിയ അല്ലേ? ഇത് കുട്ടികൾ വളർത്തുന്ന അലങ്കാര മത്സ്യത്തിൽ പെട്ടാണ്. അപ്പൊ ഇതിൽ വളരുമോ എന്ന് നോക്കാനും വേണ്ടി അതിട്ടതാ. മെയിൻ ആയിട്ട് തിലോപ്പിയ ഉള്ളത്. മറ്റേ ബ്രീഡായിട്ടുള്ള തിലോപ്പിന് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇട്ടല്ലേ? ഓക്കെ, ഇതിൽ കൂടുതലൊന്നുമില്ല, ഒരു പരീക്ഷണത്തിന് അതോ അതിലുണ്ടല്ലെങ്കിൽ. ഓക്കെ, ചെറുതും വലുതൊക്കെ ഉണ്ടല്ലേ? ഇതിൽ തീറ്റ ഒന്നും കൊടുക്കലില്ല, പക്ഷെ ഇറ്റങ്ങളെ വയറ് നല്ലോണം ഇതായിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫ്ലോക്കിന്റെ വേറെ ഒരു തീറ്റ ഇതിൽ കൊടുക്കില്ല. അപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് ഇതിട്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു പരീക്ഷണം ഇത് എങ്ങനെ ആവും. പിന്നെ ഇതിന്റെ ഫ്ലോക്കിന്റെ ഡെൻസിറ്റി അതൊന്നും ഇതുവരെ ഞാൻ ചെക്ക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. എത്രമാത്രം ഇതിലുണ്ടോ എന്താണ് എങ്ങനെയാണ് ഒരു ഇതിലെ വെള്ളം അടിച്ചിട്ട് ഒരു 2-3 ദിവസം ഇതിൽ കഞ്ഞിന്റെ വെള്ളം കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. സോളാർ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു അക്വാപോണിക്സ് യൂണിറ്റിലെ കാഴ്ചകളാണ് ഇത്ര നേരം നിങ്ങൾ കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇസ്മായിൽ ഭായിയെ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യാത്രകളിലൊക്കെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.